ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. വളരെ ചെറിയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. റിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്ററിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്ലഗ് ഫ്ലോനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്ററിൻ്റെ ഫിഗറാണ്. നമുക്കറിയാം അതിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന്. ഒരു റൊട്ടേറ്റിംഗ് ബോബ്, അതുപോലെ തന്നെ ഒരു സ്റ്റേഷനറി കപ്പ്. ഈ രണ്ട് കാര്യങ്ങളാണ് കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്ററിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത്. ഞാനിനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലോട്ടോ പ്രൊസീജിയറിലോട്ടോ ഒന്നും പോകുന്നില്ല, നേരെ പ്ലഗ് ഫ്ലോ എന്താണെന്ന് പറയാൻ പോവുകയാണ്. സ്റ്റേഷനറി കപ്പും റൊട്ടേറ്റിംഗ് ബോബും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ റൊട്ടേറ്റിംഗ് ബോബിനും സ്റ്റേഷനറി കപ്പിനും ഇടയിലുള്ള ഈ ഗ്യാപ്പിലാണ് നമ്മൾ സാമ്പിൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബോബിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ബോബിൻ്റെ വാളിന് തൊട്ടടുത്ത് ഉള്ള മെറ്റീരിയലിലായിരിക്കും കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുക. ഓക്കെ, ബോബിൻ്റെ വാളിനടുത്തുള്ള മെറ്റീരിയലിനായിരിക്കും കപ്പിൻ്റെ സ്റ്റേഷനറി കപ്പിൻ്റെ ഇന്നർ വാളിലുള്ള മെറ്റീരിയലിനേക്കാൾ കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുക ബോബിൻ്റെ വാളിന് നിയർ ഉള്ള മെറ്റീരിയലിനായിരിക്കും. The amount of stress exerted near the wall of the bob is relatively higher compared to the stress observed at the inner wall of the cup. Okay, കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്ററിൻ്റെ ഫിഗർ നമ്മൾ കണ്ടു. അതിനകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് റൊട്ടേറ്റിംഗ് ബോബും മറ്റൊന്ന് സ്റ്റേഷനറി കപ്പുമായിരുന്നു. ഈ റൊട്ടേറ്റിംഗ് ബോബിനും സ്റ്റേഷനറി കപ്പിനും ഇടയിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ സാമ്പിൾ ഫില്ല് ചെയ്തിരുന്നത്. ബോബ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിളിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ബോബിൻ്റെ ഇന്നർ വാളിന് തൊട്ടടുത്തുള്ള മെറ്റീരിയലിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുക. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? നമ്മുടെ സ്റ്റേഷനറി കപ്പിൻ്റെ ഇന്നർ വാളിലിരിക്കുന്ന മെറ്റീരിയൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുന്നത് ബോബിൻ്റെ നിയർ ബൈ മെറ്റീരിയൽസിനായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്, കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്ററിൻ്റെ എൻറ്റയർ സാമ്പിളിലും ഒരേപോലെയുള്ള സ്ട്രെസ് അല്ല അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്റർ യൂസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു റീഡിങ് എൻറ്റയർ സാമ്പിളിൻ്റെയും വിസ്കോസിറ്റി ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. പ്ലാസ്റ്റിക് സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം. നോൺ ന്യൂട്ടോണിയൻ സിസ്റ്റമാണ് പ്ലാസ്റ്റിക് സിസ്റ്റം. വളരെ കുറച്ച് സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി ആ ഒരു മെറ്റീരിയൽ ഇലാസ്റ്റിക് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുകയും പിന്നീട് സ്ട്രെസ് ഈൽഡ് വാല്യൂവിനേക്കാൾ കൂടുതലാവുന്ന സമയത്താണ് ആ മെറ്റീരിയൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഈൽഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം? ദ മിനിമം സ്ട്രെസ് റിക്വയർഡ് ടു ഇൻഡ്യൂസ് ഫ്ലോ. അതാണ് ഈൽഡ് വാല്യൂ എന്ന് പറയുന്നത്. ഫ്ലോ ഇൻഡ്യൂസ് ചെയ്യാനായി അപ്ലൈ ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് സ്ട്രെസ്സിനെയാണ് ഈൽഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സിസ്റ്റത്തിൻ്റെ കേസിൽ സ്ട്രെസ് ഈൽഡ് വാല്യൂവിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ വിസ്കോസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? വിസ്കോസിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, പ്ലാസ്റ്റിക് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഈൽഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ വിസ്കോസിറ്റി, ആ മെറ്റീരിയലിൻ്റെ കൺസിസ്റ്റൻസി വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അവിടെ അനുഭവപ്പെടുന്ന സ്ട്രെസ് ഈൽഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. ഈൽഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഒരു ഫിനൈറ്റ് പ്ലാസ്റ്റിക് വിസ്കോസിറ്റി, അവിടെ ഒരു പെർട്ടിക്കുലർ വിസ്കോസിറ്റി ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ബോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ സ്പീഡിലാണെന്ന് കരുതുക. ഓക്കെ, ബോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് ലോവർ റേറ്റ് ഓഫ് ഷിയറിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റിംഗ് ബോബിൻ്റെ തൊട്ടടുത്തുള്ള മെറ്റീരിയലിൽ മാത്രമായിരിക്കും കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുക.
ആ ഒരു ഏരിയയിലുള്ള മെറ്റീരിയലിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഈൽഡ് വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. അതേസമയം സ്റ്റേഷനറി കപ്പിൻ്റെ ഇന്നർ വാളിലുള്ള മെറ്റീരിയലിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഈൽഡ് വാല്യൂവിനേക്കാൾ വളരെ വളരെ കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കപ്പിൻ്റെ ഇന്നർ വാളിലിരിക്കുന്ന മെറ്റീരിയൽസിൽ കൂടുതൽ സ്ട്രെസ് ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മെറ്റീരിയൽസിൻ്റെ കൺസിസ്റ്റൻസി വളരെ വളരെ കൂടുതലായിരിക്കും. വിസ്കോസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും. സോ അവിടെയുള്ള മെറ്റീരിയൽസ്, കപ്പിൻ്റെ ഇന്നർ വാളിലുള്ള മെറ്റീരിയൽസ് സോളിഡ് പ്ലഗ് ആയിട്ട് കാണപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് പ്ലഗ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്തത് പറയുന്നത് പ്ലഗ് ഫ്ലോ നമുക്ക് എങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടത് കപ്പ് ആൻഡ് ബോബ് വിസ്കോമീറ്ററിൻ്റെ ആ ഒരു ഫിഗർ തന്നെയാണ്. ലാർജസ്റ്റ് ബോബ് യൂസ് ചെയ്യുകയാണെങ്കിൽ കപ്പിനും ബോബിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേഷനറി കപ്പിനും റൊട്ടേറ്റിംഗ് ബോബിനും ഇടയിലുള്ള ആ ഗ്യാപ്പിലായിരുന്നു നമ്മൾ സാമ്പിൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാർജസ്റ്റ് ബോബ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് മിനിമൈസ് ചെയ്യാനും അതുവഴി ബോബ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അനുഭവപ്പെടുന്ന സ്ട്രെസ് എൻ്റയർ സാമ്പിളിലും ഒരുപോലെ ലഭിക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്യും. കാര്യം പ്ലഗ് ഫ്ലോ മിനിമൈസ് ചെയ്യാനായി അടുത്തത് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് ബോബിൻ്റെ ആ ഒരു സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഉണ്ടല്ലോ, അതങ്ങ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കപ്പിൻ്റെ ഔട്ടർ വാളിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്സും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അത് ഈൽഡ് വാല്യൂവിനേക്കാൾ കൂടുതലാവാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ പിന്നെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പ്ലഗ് ഫ്ലോ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലഗ് ഫ്ലോ എന്ന് പറയുന്നത് റിയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ ഒരു അൺഡിസൈറബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടെ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ഫ്ലോ ഓഫ് പേസ്റ്റിൻ്റെയൊക്കെ കേസിൽ. ഫോർ എക്സാമ്പിൾ, ഒരു ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് ആ കൊളാപ്സിബിൾ ട്യൂബിനകത്ത് നിന്ന് എക്സ്ട്രൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രെസ് അപ്ലൈ ചെയ്യണം. എക്സ്ട്രൂഷൻ ഓഫ് ടൂത്ത് പേസ്റ്റ് ഓർ ഓയിൻമെൻറ്റ്സ് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓയിൻമെൻറ്റ് ട്യൂബിൽ അല്ലെങ്കിൽ പേസ്റ്റിൻ്റെ ആ ഒരു കൊളാപ്സിബിൾ ട്യൂബിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ട്യൂബിൻ്റെ ഇന്നർ സർക്കംഫറൻസിലുള്ള ഷിയർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുകയും മെറ്റീരിയലിൽ അനുഭവപ്പെടുന്ന ഷിയർ കാരണം അവിടുത്തെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ ഓയിൻമെൻറ്റ് കൊളാപ്സിബിൾ ട്യൂബിനകത്ത് നിന്ന് ഈസി ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്ലഗ് ഫ്ലോനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ലൈക്സും കമൻസും ഒക്കെയാണ് ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള പ്രചോദനം. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മാത്രം വീഡിയോ കാണുക. അത് എനിക്ക് വളരെ ഉപകാരപ്രദമാണ്. താങ്ക് യു.